പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നല്ലോ. ഒരു പ്രഭാസന്ധ്യമായി ഇന്ന് രാവിലെ നിങ്ങളോടൊന്നിച്ച് കടന്നു വരുവാൻ കർത്താവ് ഒരിക്കൽ വലിയ സാവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം തുടർമാനമായിട്ട് പ്രഭാത സന്ദേശം നാലിലേക്ക് പറയുവാനായിട്ട് ദൈവം ഭാഗ്യമൊരുക്കിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. തുടർമാനമായിട്ട് നമ്മൾ ഹല്ലേലൂയ ചില തീരുമാനങ്ങളെക്കുറിച്ച് നമ്മൾക്ക് കേട്ടുകൊണ്ടിരിക്കുവാൻ ഇടയായി. ഇന്ന് അതിനാധാരമായിട്ട് എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം നീ ചെന്ന് ശൂശേനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചു കൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും ദൈവത്തിന് തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പീൻ. ഞാനും എൻ്റെ ബാലിക്കാരത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. അങ്ങനെ മൊർദെഖായി ചെന്ന് എസ്തേർ കൽപ്പിച്ചതുപോലൊക്കെയും ചെയ്തു. ഇവിടെ എസ്തേർ ഹല്ലേലൂയ ഒരു തീരുമാനമെടുക്കുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും. ദൈവത്തിന് സ്തോത്രം. ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. ഹല്ലേലൂയ. ദൈവം നമുക്കറിയാം യഹൂദ ജനത്തെ കൊന്നു മുടിക്കുവാൻ വേണ്ടി ദൈവത്തിന് സ്തോത്രം ദുഷ്ടനായ ഹാമാൻ ദൈവത്തിന് സ്തോത്രം മൊർദെഖായി നിമിത്തം മൊർദെഖായി അവനൊക്കെ രാജാവിൻ്റെ പടിവാതിക്കൽ ഇരിക്കുന്നവനാ മൊർദെഖായി. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ചരിത്രമൊക്കെ അറിയാം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ആ മൊർദെഖായി തന്നെ കുമ്പിൽ ഇടുന്നില്ലെന്ന് എല്ലാവരും ഈ ഹാമാൻ കടന്നു പോകുമ്പോൾ കുമ്പിട്ട് നമസ്കരിക്കും. എന്നാൽ ദൈവഭക്തനായ മൊർദെഖായി തന്നെ കുമ്പിടുന്നില്ലെന്ന് കണ്ടപ്പോൾ ഈ ഹാമാൻ ഏറ്റവും ദേഷ്യമുണ്ടായി. നമ്മളവിടെ ഇങ്ങനെ വായിക്കുന്നു, ഈ മൊർദെഖായിയുടെ വംശം ഏതെന്ന് അവനിങ്ങനെ ദൈവത്തിന് സ്തോത്രം ചോദിച്ചറിഞ്ഞിട്ട് അവൻ ആ യഹൂദനെന്ന് മനസ്സിലാക്കിയപ്പോൾ യഹൂദ ജനത്തെ മൊത്തം നശിപ്പിക്കുവാനായിട്ട് ഈ ഹാമാൻ പദ്ധതി ഇട്ടു. ദൈവത്തിന് സ്തോത്രം. ഈ തൻ്റെ ദൈവത്തിന് മകളായ എസ്തേർ വളർത്തുമകളായി ഈ മൊർദെഖായിയുടെ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. നമുക്കറിയാം ഈ എസ്തേർ എങ്ങനെ രാജ്ഞിയായി തീർന്നു എന്നുള്ളതായ സംഭവം പുറകിലോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിലേക്ക് ഞാൻ പോകുന്നില്ല. അവൾ രാജ്ഞിയായിട്ട് എസ്തേർ ഇരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ ദൈവത്തിന് നിയമപ്രകാരമല്ലാതെ ഈ രാജാവിൻ്റെ ദൈവത്തിന് സ്തോത്രം അടുക്കൽ കടന്നു ചെല്ലുവാൻ ആർക്കും അധികാരമില്ല. കടന്നു ചെന്ന് കഴിഞ്ഞാൽ ഈ ചെങ്കോല് ദൈവത്തിന് ഇങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവത്തിന് എസ്തേർ അടുത്ത് ചെന്നു ചെങ്കോലിൻ്റെ അഗ്രം തൊട്ടു. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. എസ്തേർ രാജ്ഞി പ്രാകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ ഈ പ്രാകാരത്തിൽ നിയമപ്രകാരമല്ലാതെ രാജാവ് ദൈവത്തിന് സ്തോത്രം വിളിക്കാതെ ആർക്കും കടന്നു ചെല്ലുവാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെന്ന് കഴിഞ്ഞാൽ ദൈവത്തിന് നിയമപ്രകാരമല്ലാതെ കടന്നു ചെന്ന് കഴിഞ്ഞാൽ അവർ മരണയോഗ്യരാ. എന്നാൽ ദൈവത്തിന് സ്തോത്രം ഇവിടെ തീരുമാനത്തെ ദൈവം അംഗീകരിച്ചു. സ്വർഗം ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം ദുഷ്ടനായ ഹാമാൻ യഹൂദ ജനത്തെ മുടിച്ചു കളയുവാൻ ഇല്ലായ്മ ചെയ്യുവാൻ അവൻ ദൈവത്തിന് സ്തോത്രം പദ്ധതി ഇട്ടപ്പോൾ ഇങ്ങനെയാ 15-ാം അധ്യായം 15 വാക്യം വായിക്കുമ്പോൾ രാജകൽപ്പന പ്രമാണിച്ച് ക്ഷണത്തിൽ പുറപ്പെട്ടു പോയി ശൂശേൻ രാജധാനിയിലും ആ തീർപ്പ് പരസ്യം ചെയ്തു. രാജാവ് ഹാമാനെ കുടിപ്പാനിരുന്നു. ശൂശേൻ പട്ടണമോ കലങ്ങിപ്പോയി. ഇത് നിമിത്തം ശൂശേൻ പട്ടണം കലങ്ങിപ്പോയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പിന്നെ നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ ശൂശേൻ പട്ടണം സന്തോഷം കൊണ്ട് നിറഞ്ഞെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദുഷ്ടനായ ഹാമാൻ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ മൊർദെഖായിക്കെതിരായി നിർത്തിയ മൊർദെഖായിയെ തൂക്കിക്കൊല്ലുവാൻ ഉണ്ടാക്കിയ തൂക്കുമരത്തെ തന്നെ ദുഷ്ടനായ ഹാമാനെ തൂക്കിക്കൊന്നതായിട്ട് നമുക്ക് തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നിട്ടുണ്ടായ സംഭവം ഇത് കേട്ടപ്പോൾ നമ്മളിങ്ങനെയാണ് 4-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. സംഭവിച്ചതൊക്കെ അറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി രട്ടെടുത്ത് വെണ്ണീർ വാരി ഇട്ടുകൊണ്ട് പട്ടണത്തിൻ്റെ നടുവിൽ ചെന്ന് കൈപ്പോട് അത്യുച്ചത്തിൽ നിലവിളിച്ചു. കരയുന്ന ഒരു മൊർദെഖായി, കണ്ണുനീരൊഴുക്കുന്ന ഒരു മൊർദെഖായി. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ രട്ടെടുത്തുകൊണ്ട് ആർക്കും രാജാവിൻ്റെ പടിവാതിലിനകത്ത് കടന്നുകൂടായിരുന്നു. എന്നാൽ രാജാവിൻ്റെ കൽപ്പനയും തീർപ്പും ചെന്ന് ഓരോ സംസ്ഥാനത്തും യഹൂദന്മാരുടെയും മഹാദുഃഖവും ഉപവാസവും കരച്ചിലും വിലാപവും ഉണ്ടായി. ഒന്നിച്ചവർ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, ഒന്നിച്ചവർ കരയുവാൻ തുടങ്ങി. ഹല്ലേലൂയ. മൊർദെഖായി എന്ന രാജാവിൻ്റെ പടിവാതിക്കൽ ഇരിക്കുന്നവന് രട്ടെടുത്തുകൊണ്ട് രാജാവിൻ്റെ പടിവാതിക്കലോളം ചെന്നിട്ട് അത്യുച്ചത്തിൽ നിലവിളിക്കുവാൻ തുടങ്ങി. എന്നാൽ എസ്തേർ ഇതെന്തെന്നറിയുവാനായിട്ട് തൻ്റെ തോഴിമാരെ വിട്ടിട്ട് അന്വേഷിച്ചപ്പോൾ ദൈവത്തിന് സ്തോത്രം മൊർദെഖായി പറയുന്ന ഒരു കാര്യമോടുണ്ട്. ആ എസ്തേറിൻ്റെ വാക്ക് മൊർദെഖായിയോട് അറിയിച്ചു. മൊർദെഖായി എസ്തേറിനോട് മറുപടി പറയുവാൻ കൽപ്പിച്ചത്, നീ രാജധാനിയിലിരിക്കുക എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെട്ടുകൊള്ളാമെന്ന് നീ വിചാരിക്കേണ്ട. ഹല്ലേലൂയ.
നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിൻ്റെ പിതൃഭവനും നശിച്ചു പോകും. ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്തിൽ വന്നിരിക്കുന്നത്? ആർക്കറിയാം? അതിന് എസ്തേർ മൊർദെഖായിയോട് പറയുവാൻ കൽപ്പിച്ചത്. അതാ നമ്മൾ വായിച്ചത്. ദൈവത്തിന് സ്തോത്രം. മൊർദെഖായി എസ്തേറിനോട് പറയുവാനായിട്ട് പറഞ്ഞു വിട്ട കാര്യം, നീ രാജസ്ഥാനത്തിരിക്കുമ്പോൾ എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെട്ടു കൊള്ളാമെന്ന് നീ വിചാരിക്കേണ്ട. വേറൊരു സ്ഥലത്തു നിന്ന് ഇവിടെ നിന്നല്ലെങ്കിൽ ഞങ്ങൾ കരയുകയും പ്രാർത്ഥിക്കുകയും ഞങ്ങൾ ഉപവസിക്കുകയും ചെയ്യുന്നവരാ. ഞങ്ങൾ യഹൂദന്മാരാ. ഇവിടെ നിന്നല്ലെങ്കിൽ വേറൊരു സ്ഥലത്തു നിന്ന് ഉദ്ധാരണവും രക്ഷയുണ്ടാകും. ഈ 3-ാം അധ്യായത്തിൻ്റെ 5-8 വാക്യം വായിക്കുമ്പോൾ ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് പ്രിയമുള്ളവരെ. നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഒരു ജാതി ചിതറിക്കിടക്കുന്നു. അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടേതിനോടും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവർ രാജാവിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കും. നമുക്ക് രാജാവിൻ്റെ പ്രമാണങ്ങളെ ഒന്നും അനുസരിക്കേണ്ട കാര്യമില്ല. നമുക്കൊരു പ്രമാണമുണ്ട് പ്രിയമുള്ളവരെ. നമുക്ക് തമ്പുരാൻ തന്നിരിക്കുന്ന ഒരു പ്രമാണമുണ്ട്. ഹല്ലേലൂയ, അതാണ് നമ്മുടെ വചനം. ദൈവത്തിന് സ്തോത്രം. ആ പ്രമാണം ഉള്ള ഒരു ഹല്ലേലൂയ യഹൂദ ജാതി. ഹല്ലേലൂയ, ഇവന് ഹാമാൻ അതറിയാൻ നല്ലവണ്ണം. അതുകൊണ്ട് രാജാവിനോട് പറയുക, ആ രാജാവിനോട് അവൻ തന്നെ പറയുക, അവരുടെ ന്യായപ്രമാണം ഹല്ലേലൂയ മറ്റുള്ള ജാതികളോടും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നെന്ന്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രമാണം എന്തുവാ പ്രിയമുള്ളവരെ? നമുക്ക് തന്നിരിക്കുന്ന പ്രമാണം, ദൈവത്തിന് സ്തോത്രം, അതൊരു മനുഷ്യന് നശിപ്പിക്കുവാൻ കഴിയത്തില്ല. ഈ പുസ്തകം എടുത്തവനെയും ഒരു മനുഷ്യന് നശിപ്പിക്കുവാൻ കഴിയത്തില്ല. ഇത് പ്രമാണിക്കുന്നവനെ ഒരു മനുഷ്യന് നശിപ്പിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദുഷ്ടനായ ഹാമാൻ മൊർദെഖായിക്കെതിരെ തിരിഞ്ഞപ്പോൾ നമുക്കറിയാം, മൊർദെഖായിക്ക് വേണ്ടി ഉണ്ടാക്കിയ കഴുകുമരത്തിന്മേൽ അവനെ തൂക്കിക്കൊന്നെന്ന് നമ്മളിവിടെ വായിക്കുമ്പോൾ കാണുന്നു. ഇവിടെ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് എസ്തേർ എന്താ പറയുന്നത്? എല്ലാ യഹൂദന്മാരിലും ഒന്നിച്ചു കൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പിക്കും. ഹല്ലേലൂയ, എസ്തേറിന് വേണ്ടി ഉപവസിപ്പാൻ ഈ മൊർദെഖായിയോട് ഹല്ലേലൂയ എസ്തേർ പറഞ്ഞു വിടുക. എന്താ കാരണം? നിയമപ്രകാരമല്ലെങ്കിലും എനിക്ക് രാജാവിൻ്റെ അടുക്കൽ ഞാൻ കടന്നു പോകാം. മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, അതാ തീരുമാനം. ഞാൻ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ. നിങ്ങൾ 3 ദിവസം ഒരു ഹല്ലേലൂയ ഒന്നും കഴിക്കാതെ, വെള്ളം പോലും കുടിക്കരുതെന്ന്, 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പിക്കും. എത്ര പേർക്ക് ഉപവസിക്കാൻ കഴിയും പ്രിയമുള്ളവരെ? എത്ര പേർക്ക് ദൈവസ്ഥലയിൽ പ്രാർത്ഥിക്കുവാൻ കഴിയും? ഞാൻ ഇനി വേറൊരു ദിവസം ഉപവാസത്തെക്കുറിച്ച് ഞാൻ ഹല്ലേലൂയ തുടർമാനമായിട്ട് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മൾ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമ്മൾ തയ്യാറാകുന്നുവെങ്കിൽ ഏത് പ്രതികൂലങ്ങളും നീങ്ങിപ്പോകും. ഇവിടെ മൊർദെഖായിക്കെതിരായി ഹാമാൻ ഹല്ലേലൂയ തിരിഞ്ഞപ്പോൾ, ഹല്ലേലൂയ മൊർദെഖായിക്കെതിരായി തന്നെയല്ല, ഒരു വംശത്തെ മൊത്തം നശിപ്പിക്കുവാൻ ഹാമാൻ തിരിഞ്ഞപ്പോൾ ഹല്ലേലൂയ ദുഷ്ടനായ ഹാമാൻ ഇല്ലായ്മ ചെയ്തതായിട്ട് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നിട്ട് ഇങ്ങനെ എഴുതി, എനിക്ക് വേണ്ടി ഉപവസിപ്പിൻ, ഞാനിവൻ്റെ ബാല്യക്കാര്യത്തികൾ അങ്ങനെ തന്നെ ഉപവസിക്കും. ഹല്ലേലൂയ, തീരുമാനമാണ്. ഞാനും എൻ്റെ ഭാര്യക്കാര്യത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും. എന്നിട്ട് പറയുക, ഞാൻ ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ കടന്നു ചെല്ലും. നശിക്കുന്നുവെങ്കിൽ ഞാൻ നശിക്കട്ടെ, മരിക്കുന്നുവെങ്കിൽ മരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ മൊർദെഖായി ചെന്ന് എസ്തേർ കൽപ്പിച്ചതുപോലൊക്കെയും ചെയ്തെന്ന പ്രിയമുള്ളവരെ, ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും കഴിയുന്നുവെങ്കിൽ ഏത് നിയമത്തെയും തിരുത്തി എഴുതുവാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ്. ഇന്ന് പകൽ രാവിലെ സമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ള, നമുക്കെതിരായി നിൽക്കുന്ന ഏത് നിയമത്തെയും തിരുത്തി എഴുതുവാൻ കഴിയുന്നവനാണ് നമ്മൾ സേവിക്കുന്ന ദൈവം. ഏത് നിയമങ്ങളും വന്നോട്ട് ദൈവത്തിന്, പക്ഷേ അതിന്മേൽ ജയമെടുത്ത് മുന്നേറുവാൻ നമ്മുടെ കർത്താവിൽ സന്നിധി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കും. പ്രിയമുള്ളവരെ, നിയമത്തെ തിരുത്തി എഴുതുവാൻ ഹല്ലേലൂയ, ഏത് പ്രതിസന്ധികളെയും മാറ്റിത്തരുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാ. ഹല്ലേലൂയ, ആ കർത്താവിൻ്റെ പാദപീഠത്തിലാണ് പ്രിയമുള്ളവർ നമ്മളായിരിക്കുന്നിട്ട് 3-ാം ദിവസം എസ്തേർ രാജവസ്ത്രം ധരിച്ചുകൊണ്ട് രാജധാനിയുടെ അകത്ത് പ്രഹാരത്തിൽ ചെന്നെന്ന രാജഗൃഹത്തിൻ്റെ നേരെ നിന്ന് രാജധാനിയിൽ രാജഗൃഹത്തിൻ്റെ വാതിലിന് നേരെ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. എസ്തേർ രാജ്ഞി പ്രഹാരത്തിൽ നിൽക്കുന്ന രാജാവ് കണ്ടപ്പോൾ അവൻ അവളോട് കൃപ തോന്നുവാൻ കാരണമെന്താ? ഉപവസിച്ചു, 3 ദിവസം പ്രാർത്ഥിച്ചു. ഒരു ജനത മൊത്തം മൊർദെഖായിക്ക് ഒപ്പം നിന്ന് രാജാവിൻ്റെ മനസ്സ് മാറിയെന്ന് അവൻ ചെങ്കോല നീട്ടി ഹല്ലേലൂയ എസ്തേർ തൊട്ടു. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ആവശ്യം എന്തെന്ന് ചോദിച്ചു
ചിന്തിക്കുക. ദൈവത്തിന് സ്തോത്രം. പിന്നെ നമുക്ക് നടന്ന കാര്യങ്ങളൊക്കെ അറിയാൻ ഞാൻ വിവരിക്കുന്നില്ല പ്രിയമുള്ളവരെ. ദൈവത്തിന് സ്തോത്രം. ആ മൊർദെഖായി ആരായി തീർന്നു എന്ന് നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. ആ ദുഷ്ടനായ ഹാമാനെ മൊർദെഖായിക്ക് വേണ്ടി ഉണ്ടാക്കിയ കഴുമരത്തിൽ തൂക്കിക്കളഞ്ഞു. അവൻ്റെ കുടുംബത്തെ മൊത്തം നശിപ്പിച്ചു. എന്നിട്ട് ആ ദുഷ്ടനായ ഹാമാൻ്റെ ഭവനമെല്ലാം മൊർദെഖായിക്ക് കൊടുത്തതായിട്ട് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ശൂശേൻ പട്ടണം സന്തോഷിച്ചെന്ന ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നമ്മളെ ദൈവത്തിന് സ്തോത്രം ശമിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ അവിടെ എഴുതിയിരിക്കുന്ന 8-ാം അധ്യായം 15-ാം വാക്യം. മൊർദെഖായി നീലാവും ശുഭ്രവുമായ രാജവസ്ത്രവും വലിയ പൊൻകിരീടവും ചണനൂൽ കൊണ്ടുള്ള രാജ അമ്പരവും ധരിച്ച് രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. ശൂശേൻ പട്ടണം ആർത്ത് സന്തോഷിച്ചെന്ന ഈ 3-ാം അധ്യായത്തിൽ പറയുന്നു ശൂശേൻ പട്ടണം കലങ്ങിപ്പോയി. ഇവിടെ പറയുന്നു ശൂശേൻ പട്ടണം ആർത്ത് സന്തോഷിച്ചു. കാരണം എന്ത്? ഉപവസിച്ച് കരയുന്ന ഒരു പ്രിയ ദൈവമക്കൾ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവ ദുഃഖത്തെ സന്തോഷമാക്കി തീർക്കുന്ന ഒരുവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ദുഃഖത്തെ കണ്ണുനീരിനെ അല്ലെങ്കിൽ വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്ന ഒരുവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ മറന്നു പോകരുത്. ഉപവസിക്കുന്നത് എത്ര പേര് ഇന്ന് രാവിലെ ഹല്ലേലൂയ വചനം കേൾക്കുന്നവരായിട്ടുണ്ട്? എത്ര പേര് ഹല്ലേലൂയ പ്രയാസത്തിലും ഭാരത്തിലും ദുഃഖത്തിലുമായിരിക്കുന്നവരായിട്ടുണ്ട്? നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കും. നമുക്കെതിരായി നിൽക്കുന്ന, നമുക്കെതിരായി എഴുതുന്ന എല്ലാ നിയമങ്ങളും ഇല്ലാതാകും. ദൈവത്തിന് സ്തോത്രം. നമ്മളെ തന്നെ ദൈവസ്ഥലി വചനവുമായി സമർപ്പിക്കാം, താഴ്ത്താം. ദൈവ ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ കർത്താവെ, കേൾക്കപ്പെടാൻ അനുഗ്രഹിക്കണം വചനത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് എതിരെ നിൽക്കുന്ന എല്ലാ നിയമങ്ങളെയും ദൈവത്തിന് സ്തോത്രം പ്രാർത്ഥനയിലും ഉപവാസത്തിലും മാറുമെന്ന് ദൈവവചനം ഞങ്ങളെ പഠിപ്പിക്കും. ദുഷ്ടനായ ഹാമാനെതിരെ ഹാമാൻ മൊർദെഖായിക്കെതിരെ ആ ഒരു യഹൂദ ജനത്തിന് വംശത്തെ മൊത്തം നശിപ്പിക്കുവാൻ പദ്ധതി ഇട്ടപ്പോൾ ദൈവത്തിന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് കരയുന്ന ഒരു മൊർദെഖായും ആ യഹൂദ ജനവും ഒന്നിച്ചവർ പ്രാർത്ഥിച്ചപ്പോൾ അതിനെതിരെ ഹല്ലേലൂയ നിന്ന ആ നിയമത്തെ തിരുത്തി എഴുതിയ ദൈവം ഞങ്ങൾക്കായിട്ട് ജീവിക്കുന്നവർക്ക് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. കേൾക്കപ്പെട്ട വാചന ഭാഗങ്ങളെ താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണം. പ്രാർത്ഥന എടുക്കുക. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. സ്തോത്രം.